ആ മക്കൾക്ക് വേണ്ടി അമ്മ ഒരു മന്ത്രം പറഞ്ഞു തരുന്നു കേട്ടോ. ധന്വന്തരി മൂർത്തി മന്ത്രം. ഇത് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണടച്ച് ജപിക്കണം. പറയാം: അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയേ ശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ഇത് ധന്വന്തരമൂർത്തി മന്ത്ര, ഗുരുവായൂരപ്പൻ്റെ മന്ത്ര. ഇത് ഭയങ്കര പവർഫുൾ. അറിയോ ഇതെങ്ങനെ ജപിക്കണമെന്നറിയോ? നിങ്ങൾ കണ്ണടയ്ക്കുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനന്തശയനം നമ്മൾ കണ്ണിൽ അങ്ങനെ കാണുക. എന്നിട്ട് ഈ മന്ത്രം അങ്ങോട്ട് ഒരുപാടാണ്, ഏകദേശം ഒരു 108 പ്രാവശ്യം നിങ്ങൾക്ക്. അപ്പോൾ എണ്ണണ്ട, നിങ്ങൾ എണ്ണണ്ട, ഏകദേശം ഒരു അരമണിക്കൂർ ജപിക്കാം. മാത്രമല്ല, ഒരു പടി അസുഖമുള്ള കുറേ ആളുകൾ നമ്മളെ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ, നിങ്ങൾ ഒരു ഗ്ലാസ് തിളപ്പിച്ചറിയ വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ മേലെ 2 കൈയും വയ്ക്കുക, കണ്ണടയ്ക്കുക. എന്നിട്ട് ഈ മന്ത്രം നിങ്ങൾ എണ്ണണ്ട. എണ്ണുമ്പോൾ നമ്മളെ ശ്രദ്ധ പോകും. നമ്മളെ ശ്രദ്ധ എന്താ വേണ്ടത്? നമ്മൾ ആ ഭഗവാന്റെ ആ രൂപത്തിൽ, അനന്തശയന രൂപമുണ്ടല്ലോ, ആ രൂപത്തിനെ മാത്രം കണ്ടുകൊണ്ട് ഈ മന്ത്രം ഒരു അലാം വെച്ചോളൂ. നിങ്ങൾ അരമണിക്കൂറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടെ, എന്നിട്ട് നിങ്ങൾ ജപിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു സംഗതിയും കൂടി പറഞ്ഞു തരാം. ഈ വെള്ളത്തിൽ ഈ മന്ത്രം അങ്ങനെ അലിഞ്ഞ് ചേർന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഈ വെള്ളം വെക്കുന്നതിൻ്റെ മുമ്പേ വേറൊരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതവിടെ നിന്നോട്ട്. അതിൽ മന്ത്രം വേണ്ട, ഇതിൽ മന്ത്രം ജപിക്കുക. ഇതിൽ ജപിച്ച വെള്ളവും ആ വെള്ളത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്നറിയോ? ഈ ജപിച്ച വെള്ളത്തിലെ ഗ്ലാസ്സിന് നല്ല വെയിറ്റ് ഉണ്ടാവും. മാത്രമല്ല, ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. മറ്റേ വെള്ളം നിങ്ങൾ നോക്കിക്കോളൂ, അതിന് കനവും ഉണ്ടാവില്ല, വെയിറ്റും ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ ജപിക്കണ മന്ത്രം ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നു എന്ന് മനസ്സിലായില്ലേ? ഈ വെള്ളം നിങ്ങൾ അസുഖമുള്ള ആൾക്കാർ ദിവസവും നിങ്ങളൊരു 21 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 54 ദിവസമോ, 21 ദിവസം അല്ലെങ്കിൽ 54 ദിവസം നിങ്ങൾ ജപിച്ചിട്ട് ഈ വെള്ളം ഒന്ന് കുടിച്ച് നോക്കൂ. ഇതിൻ്റെ രുചി പോലും നിങ്ങൾക്ക് നല്ല വ്യത്യാസം തോന്നും. ഇതൊക്കെ നിങ്ങളൊക്കെ രുചിച്ച് നോക്കിയ ശേഷം ഇതിൻ്റെ അനുഭവം പറയണം കേട്ടോ മക്കളെ.